നമ്മുടെ ഏതൊരു ആഘോഷ പരിപാടികൾക്കും നമ്മുടെ കല്യാണങ്ങൾക്കും എല്ലാം തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വാഴയില, അതിലുള്ള സദ്യ, ഓണസദ്യ അല്ലെങ്കിൽ കല്യാണ സദ്യ എല്ലാം തന്നെ നമ്മൾ വാഴയിലയിലാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ വാഴയിലയിൽ സദ്യ കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് മാരകമായ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഈ വാഴയിലയുടെ മേലെ എന്നും വരുന്ന വവ്വാലുകൾ, അവയുടെ മൂത്രം, അവയുടെ വിസർജ്യ വസ്തുക്കളൊക്കെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ വാഴയിലയിൽ കാണാൻ പറ്റും. ഈ വിസർജ്യ വസ്തുക്കളിൽ ഏകദേശം 4000-ഓളം വൈറസുകളാണ് വവ്വാലുകളിൽ പൊതുവെ കാണപ്പെടുന്നത്. 4000-ഓളത്തിൽ ചിലതെങ്കിലും വളരെ അപകടകാരിയാണ്. ഉദാഹരണമായിട്ട് നിപ്പ വൈറസിൻ്റെ ആഘാതം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കോഴിക്കോടൊക്കെ ഉണ്ടായിട്ടുള്ള അസുഖങ്ങൾ, നിപ്പ ബാധയെ തുടർന്ന് നമ്മൾ കണ്ടു. 75% വരെ മരണ സാധ്യതയുള്ള ഒരു അസുഖമാണല്ലോ നിപ്പ. അതുപോലെ ഹെൻഡ്ര വൈറസ്, റാബീസ് വൈറസ്, ലിസ വൈറസ്, ഇങ്ങനെ ഒരുപാട് തരം വൈറസുകൾ ഈ വാഴയുടെ ഇലയിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. സത്യത്തിൽ ആധുനിക മനുഷ്യനും മൈക്രോ ഓർഗാനിസംസും, അതായത് സൂക്ഷ്മജീവികളും തമ്മിൽ ഒരു യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എത്ര പേർ ഇതിനെക്കുറിച്ച് തിരിച്ചറിയുന്നുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം. വാഴയിലയിൽ കാണുന്ന മറ്റൊരു രോഗവാഹകനാണ് ഒച്ചുകൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഇലയുടെ അടിഭാഗത്ത് ഒച്ച് വന്നിരിക്കുന്ന കാഴ്ചയാണ്. പിന്നെ ഒരുപാട് ഒച്ചുകൾ നിങ്ങൾക്ക് വാഴയുടെ ഇലയിൽ കാണാൻ പറ്റും. ഞാനിത് നമ്മുടെ ഏതൊരു ആഘോഷ പരിപാടികൾക്കും നമ്മുടെ കല്യാണങ്ങൾക്കും എല്ലാം തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വാഴയില, അതിലുള്ള സദ്യ, ഓണസദ്യ അല്ലെങ്കിൽ കല്യാണ സദ്യ എല്ലാം തന്നെ നമ്മൾ വാഴയിലയിലാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ വാഴയിലയിൽ സദ്യ കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് മാരകമായ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഈ വാഴയിലയുടെ മേലെ എന്നും വരുന്ന വവ്വാലുകൾ, അവയുടെ മൂത്രം, അവയുടെ വിസർജ്യ വസ്തുക്കളൊക്കെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ വാഴയിലയിൽ കാണാൻ പറ്റും. ഈ വിസർജ്യ വസ്തുക്കളിൽ ഏകദേശം 4000-ഓളം വൈറസുകളാണ് വവ്വാലുകളിൽ പൊതുവെ കാണപ്പെടുന്നത്. 4000-ഓളത്തിൽ ചിലതെങ്കിലും വളരെ അപകടകാരിയാണ്. ഉദാഹരണം